ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഡേ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ മിക്കവാറും ഷോപ്പിങ്ങിനൊക്കെ പോകാറുള്ളൊരു മാളാണ് അൽവദ മാള്. ഇത് നമ്മുടെ അബുദാബിയുടെ സിറ്റിയുടെ സെൻറ്ററിൽ തന്നെ വരുന്നൊരു മാളാണ്. ഈസി ആക്സസിബിളാണ്, കാറിനാണെങ്കിലും പബ്ലിക് ബസ്സിനാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ വരാൻ പറ്റിയ ഒരു അടിപൊളി ഡെസ്റ്റിനേഷനാണ് ഈ അൽവദ മാള്. നമുക്ക് ഒരു ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒരു വൺ ഡേ ഫുള്ള് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ പ്ലേസ് കൂടിയാണ്. കാരണം ഇതൊരു വലിയ മോളാണ്. ഏകദേശം ഒരു 4000 മില്യൺ സ്ക്വയർ ഫീറ്റ് എന്തോ ഉണ്ട് കേട്ടോ ഇതിൻ്റെ വലിപ്പം. പിന്നെ ഇതിലാണെങ്കിൽ 350ഓളം ഔട്ട്ലെറ്റ്സുകളുണ്ട്. അത് കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അത് ബ്രാൻഡഡും അല്ലാത്തതുമായിട്ടുള്ളത്. അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് ഷോപ്പ് ചെയ്യാറുള്ള കുറച്ച് ഷോപ്സ് ഉണ്ട് കേട്ടോ ഇതിൽ. നമുക്ക് ഇത് ഫുള്ളൊന്നും ചുറ്റി നടന്ന് കാണാൻ പറ്റില്ല, അത്രയ്ക്ക് വലുതാണ്. അതുകൊണ്ട് ഞങ്ങൾ പോകാറുള്ള 2-3 ഷോപ്സിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ ക്വാളിറ്റി ഉള്ള ഐറ്റംസൊക്കെ വാങ്ങാൻ പറ്റിയ ഷോപ്സാണ്. അപ്പോൾ ഇന്ന് അൽവദ മാളിനുള്ളിൽ കയറിയപ്പോൾ അവർ ലണ്ടൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മിക്കവാറും ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അവർ ഓരോ സീസൺ അനുസരിച്ച് ഓരോ മോഡൽസ് ആ സെൻറ്ററിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. നമുക്കത് ഇൻസൈഡിൽ നിന്ന് അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. ചിലപ്പോൾ ഗെയിംസൊക്കെ ഉണ്ടാവും കേട്ടോ. ഇന്നെന്തോ ലണ്ടൻ്റെ ആണ് വെച്ചിരുന്നത്. അതായത് ലണ്ടൻ സിറ്റിയുടെ ചെറിയൊരു മോഡലാണ് അവിടെ കൊടുത്തേക്കുന്നത്. അതിൻ്റെ പ്രധാന ഹൈലൈറ്റ്സ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ലണ്ടൻ ബ്രിഡ്ജും ബസ്സും ടെലിഫോൺ ബൂത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിശ്ചയം അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓടി നടക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇവിടെ നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അബുദാബി നിന്നുകൊണ്ട് ലണ്ടൻ എക്സ്പ്ലോർ ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ ലിഫ്റ്റ് കയറി പോവാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാണ്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുപാട് കോഫി ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റാർബക്സ്, ടിം ഹോട്ടൽസ് അങ്ങനത്തെയൊക്കെ കോഫി ഷോപ്സും പിന്നെ ബേബി ഷോപ്പ്, മമ്മ പപ്പ അങ്ങനത്തെയൊക്കെ ഷോപ്സൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം മേളിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് കയറി മേളിൽ ചെന്ന് ഇവിടുന്ന് നമുക്ക് താഴെ നിന്ന് നോക്കുമ്പം നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ലണ്ടൻ്റെ ആ ഒരു ഫ്ലാഗും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് അത് ഫുള്ളായിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അവിടെ ഒരു ചെറിയ ബ്ലോസമൊക്കെ നിൽക്കുന്നുണ്ടോ. But I'm so frustrated. Hello to my loneliness. I guess that ignorance is bliss. Take me back to before I knew. Rewind, take it out of cue. Innocence can be a young man's game. Signed up for the hall of shame. I wish I knew
അപ്പോൾ ഇവിടെ വന്നപ്പോഴറിഞ്ഞ് ബാത്താംബോഡിയിൽ ഓഫർ നടക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് ആദ്യം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി ഒരു ഫ്ലോർ താഴേക്ക് ഇറങ്ങണം കേട്ടോ ബാത്താംബോഡിയിലേക്ക് പോകണമെങ്കിൽ. അങ്ങനെ ലിഫ്റ്റ് ഇറങ്ങി നമ്മൾ നേരെ ചെല്ലുന്നത് സ്പ്ലാഷ് എന്ന് പറഞ്ഞ സ്റ്റോറിൻ്റെ ഫ്രണ്ടിലേക്കാണ്. ഇത് ഒരു നല്ലൊരു ഫാഷൻ ഔട്ട്ലെറ്റാണ്. ഇവിടെ ബാഗ്സ്, ആക്സസറീസ്, ഷൂസ്, അങ്ങനെ എല്ലാ തരം ഐറ്റംസും കിട്ടും. നല്ല ട്രെൻഡി ആയിട്ടുള്ള ക്ലോത്ത്സ് ആയിരിക്കും കേട്ടോ ഇവിടെ ഉണ്ടാവുക. പിന്നെ ഇത് നമ്മുടെ സ്വന്തം ബാത്താംബോഡിയിൽ എത്തിയേക്കാണ്. ഈ ഡക്കിൻ്റെ സിമ്പിൾ കണ്ടോ, സിമ്പിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ ഓഫർ നടക്കുന്നുണ്ടെന്നാണ്. ദ ഡക്കീസ് ബാക്ക് എന്ന് പറഞ്ഞ് എല്ലാ ഇയർലി ഉണ്ടാകും കേട്ടോ. എനിക്ക് തോന്നുന്നു എവരി 6 മന്ത് കൂടുമ്പോഴാണ് അവരുടെ ഓഫർ നടക്കുക, അല്ലെങ്കിൽ നല്ല എമൗണ്ട് ആവും. അപ്പോൾ ഇവിടെ ഓരോ സോണായിട്ടാണ് അവർ തിരിച്ചേക്കുന്നത്. ബോഡി സ്പ്രേക്ക്, ബോഡി ലോഷന്, പിന്നെ ക്യാൻഡിൽസിന്, അങ്ങനെ ഓരോരോ പാർട്ടായിട്ടാണ് കേട്ടോ അവർ വെച്ചിട്ടുണ്ടാവുക. എല്ലാത്തിനും ടെസ്റ്റർ അവിടെ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കാം. ഇത് ഡിയോഡറൻ്റ് ആണ്. പിന്നെ ഈ ബോഡി ലോഷൻ ഉണ്ടോ, ഇത് വാട്ടർമെലൻ്റെ ഫ്രാഗ്രൻസ് ഉള്ള ബോഡി ലോഷനാണ് കേട്ടോ. ഇതുപോലെ എല്ലാ തരം ഫ്ലവേഴ്സിൻ്റെ, ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഉണ്ട്. നമുക്കിത് ഇങ്ങനെ എടുത്ത് കയ്യിൽ വെക്കുമ്പം തന്നെ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി, ടെക്സ്ചറൊക്കെ മനസ്സിലാവും കേട്ടോ. അങ്ങനെ സ്റ്റിക്കി ഒന്നും അല്ല, നല്ല സൂപ്പർ സോഫ്റ്റാണ്, പെട്ടെന്ന് തന്നെ മോയ്സ്ചറൈസർ ആവും, പിന്നെ നല്ല സ്മെല്ലും ആണ്. പിന്നെ വലിയ ബോട്ടിൽ കൂടാണ്ട് മിനി ബോട്ടിൽസും ഉണ്ട്. എല്ലാത്തിൻ്റെ മിനി ബോട്ടിൽസ് അവൈലബിൾ ആണ്. നമുക്ക് ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനി ബോട്ടിൽസും അവിടെ ഉണ്ട്. അതും ബോഡി ലോഷനും ബോഡി സ്പ്രേയും ഷവർ ജെല്ലും പിന്നെ ഹാൻഡ് സാനിറ്റൈസർ എല്ലാം ഉണ്ട് കേട്ടോ. ഇതുണ്ട് ഹാൻഡ് ക്രീമാണ്. ഇത് നമ്മൾ ഹാൻഡ് റബ്ബൊക്കെ ചെയ്ത് കൈയൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ഹാൻഡ് ക്രീം നമ്മുടെ പോക്കറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലും കിട്ടും, നമ്മുടെ ഹാൻഡ്സ് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഇത് കണ്ട് ക്യാൻഡിൽസ് 55 ദിർഹംസ് ഇപ്പോൾ ഓഫറാണ്. ഇതിൽ ഇങ്ങനെ 3 തിരി ഉണ്ടാവും കേട്ടോ. നല്ല സ്ട്രോങ് സ്മെല്ലാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഇതൊന്ന് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ സ്മെല്ല് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിച്ച് പുറത്തേക്കൊന്ന് ഇറങ്ങി ഓടിയിട്ടോ. അപ്പോൾ ഞാൻ അവളെ നോക്കിയതാണ്. അപ്പം ഞാൻ 2 ബോഡി ലോഷൻ എടുത്ത് 25 ദിർഹത്തിൻ്റെ ഓഫറാണ് ഇവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ അതിന് 75 ദിർഹമാവും. പിന്നെ ഒരു ഹാൻഡ് ക്രീമുണ്ട്, ലിൻഡോന് ബില്ല് എടുക്കാൻ വേണ്ടി കൊടുത്തേക്കാണ്. പിന്നെ ഇത് ക്യാൻഡിൽസൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ക്യാൻഡിൽസ് വെക്കുന്ന ഹോൾഡറൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. നല്ല ക്യൂട്ട് വർക്കൊക്കെ ആയിട്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നല്ലൊരു കോസി അപ്പിയറൻസ് ഒക്കെ ആയിരിക്കും. പിന്നെ ഇതേ ഫ്രാഗ്രൻസിനായിട്ടുള്ളൊരു ഏരിയ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റൂമിൽ പോയിന്റിൽ പ്ലഗ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിൻ്റെ അടിയിലൊരു എസൻഷ്യൽ ഓയിലും വരും കേട്ടോ. പിന്നെ ഇതേ ഹാൻഡ് സാനിറ്റൈസറും ഹാൻഡ് വാഷും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഹാൻഡ് വാഷൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി മേടിക്കാവുന്നതാണ്. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ബില്ലൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നല്ല ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സ്പോട്ടാണ് ബാത്താംബോഡി. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മാക്സിൻ്റെ ഷോപ്പിലേക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകണം. ലിഫ്റ്റ് കയറി നമ്മൾ ഇതേ ഫസ്റ്റ് ഫ്ലോറിലെത്തി. നരിവേട്ടയുടെ സിനിമാസൊക്കെ ഇവിടെ ഓടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും നിച്ചുവിനെ പോലെ ഏജ് ഉള്ളവരെ കൊണ്ട് കാണിക്കാൻ പറ്റില്ല. കാരണം അത് വയലൻസ് ഒക്കെയുള്ള മൂവിയാണെന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ പണ്ട് തുടരും എന്ന് പറഞ്ഞ മൂവി കാണാൻ വേണ്ടി പോയായിരുന്നു. അത് ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് നിച്ചുവിനെ കൊണ്ട് കാണാൻ പോയത്. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ സെക്കൻഡ് ഹാഫ് ഫുൾ വയലൻസ് ആയിരുന്നു എന്ന്. ഒരു ഏജ് വരെ നമ്മൾ കുട്ടികളെ ഇങ്ങനത്തെ വയലൻസ് ആയിട്ടുള്ള മൂവീസൊന്നും തിയേറ്ററിൽ കൊണ്ടുപോയി കാണിക്കാൻ പാടില്ല. കാരണം അത് അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ, അവരുടെ മെൻ്റൽ ഹെൽത്തിനെയൊക്കെ ഒരുപാട് ബാധിക്കും. ഇത് എൻ്റെ മാത്രം പേഴ്സണലുള്ള അഭിപ്രായമാണ് കേട്ടോ. ഞാൻ അങ്ങനെ ആരെയും ഫോഴ്സ് ചെയ്തൊന്നും പറയുന്നതല്ല. എനിക്കങ്ങനെ തോന്നിയോണ്ടാണ് ഞങ്ങളെ കൊണ്ടുപോകാത്തത്. പിന്നെ പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് അവൾക്കൊരു 1 ദിർഹം കോയിൻ ഇട്ടിട്ട് ഒരു ടോയും കൂടി എടുത്ത് കൊടുത്തിട്ടുണ്ട്. സംഭവം ചെറുതാണെങ്കിലും ആ മെഷീനിൽ നിന്ന് അത് 1 കോയിൻ ഇട്ട് കിട്ടിക്കഴിയുമ്പോൾ ഉള്ള അവളുടെ സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് എൻ്റെ അടുത്ത് കയറിയിരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവളെ എടുത്തുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മാക്സ് സ്റ്റോർ എത്തി. ഇത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഷോപ്സാണ്. നിച്ചുവിനുള്ള മിക്ക ഡ്രസ്സുകളും ഞാൻ വാങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഡ്രസ്സ് മാത്രമല്ല, ബാക്കി എല്ലാ ആക്സസറീസും, ബാഗും, മേക്കപ്പ് ഐറ്റംസ്, പിന്നെ നമ്മുടെ മാല, കമ്മല്, അങ്ങനത്തെ ഐറ്റംസ്, ചെരുപ്പ്, അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം ഇവിടെ കിട്ടും. കിഡ്സിൻ്റെ കളക്ഷന് ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. നല്ല വെറൈറ്റി ഓഫ് ഡ്രസ്സസൊക്കെ അവർ കൊണ്ടുവരാറുണ്ട്. അത് സീസൺ അനുസരിച്ച് വിൻ്റർ സീസൺ വിൻ്ററിൻ്റേതായ ഡ്രസ്സുകൾ, സമ്മർ സീസണിൽ സമ്മറിൻ്റേതായ ഡ്രസ്സുകളൊക്കെയാണ് അവർ കൊണ്ടുവരുന്നത്.
നല്ല ട്രെൻഡി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. പിന്നെ നല്ല ക്വാളിറ്റിയും ഉണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും. നിച്ചുവിന് വേണ്ടിയിട്ടൊരു ബാഗൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിന് 45 ദിർഹംസ് ആണ് വരുന്നത്. ഇത് മാത്രമല്ല വേറെ വെറൈറ്റി ഓഫ് ബാഗ്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ തിളക്കൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് അല്ലാത്ത ടൈപ്പുള്ള ബാഗ്സ് ഉണ്ട്. പിന്നെ കുറേ ഡ്രസ്സൊക്കെ ഉണ്ട്, സമ്മറായിട്ട് ഇപ്പോൾ കുറേ വന്നിട്ടുണ്ട്. ഇത് കുട്ടികൾക്കുള്ള ഹെയർ ആക്സസറീസ് ആണ്. ഇതൊക്കെ 12 ദിർഹംസ് ആണ്. ഞാൻ അവിടെ നിച്ചുവിന് ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹെയർ ബാൻഡ് ഒരു സെറ്റ്. പിന്നെ ഇത് ഇവക്കുള്ള ഷൂസ് മിക്കപ്പോഴും ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങുന്നത്. ഇതിപ്പോൾ ഞാനൊരു ചപ്പലെടുത്തതാണ്, ഇങ്ങനെ വെറുതെ പുറത്തേക്കൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. മിക്കി മൗസിൻ്റെ ഒരു പടമൊക്കെയുള്ള ഒരു ഡിസ്നിയുടെ ഒരു ചപ്പലാണ്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് അവിടുന്ന് ഇറങ്ങാൻ നേരമാണ് എനിക്ക് ബാഗ് നോക്കണമെന്നൊരാഗ്രഹം വന്നത്. അപ്പോൾ ഞങ്ങൾ ബാഗിൻ്റെ സെക്ഷനിലേക്ക് ഒന്ന് പോവാണ്. എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയൊരു ബാഗാണ് ലിൻഡസ് നോക്കുന്നത്. പക്ഷേ ഞങ്ങൾ ജസ്റ്റ് നോക്കിയേ ഉള്ളൂ, വാങ്ങിയില്ല കേട്ടോ. അപ്പം അടുത്ത തവണ വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഓൾറെഡി ബില്ല് പേ ചെയ്ത് ഇനിയും പോയി ക്യൂ നിൽക്കാൻ വയ്യ. അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഷോപ്പാണ്. വേറെ ഷോപ്പൊന്നുമല്ല, ഐക്യയാണ് കേട്ടോ. എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് തന്നെ പറയാം. ഫേവറേറ്റിൽ നമ്പർ 1 നിൽക്കുന്ന ഷോപ്പാണ് ഐക്യയിലെ സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അവിടുത്തെ മിക്ക സാധനങ്ങളും ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് നിറച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ കണ്ടു, ഇപ്പോൾ ഓഫറാണ്. ഇതിന് ഒരു പീസിന് 7 ദിർഹമാണ്. പക്ഷെ ശരിക്കും നല്ല ഒറിജിനലിനെ വെല്ലുന്ന ടൈപ്പിലുള്ള ഫ്ലവേഴ്സാണ്. ഇതൊക്കെ നമ്മളൊരു സിംഗിൾ നല്ല നീളമുള്ള വേസിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നല്ലൊരു കോസി അപ്പിയറൻസ് ഒക്കെ തരും കേട്ടോ നമ്മുടെ റൂമിന്. ഇവിടുത്തെ എല്ലാ ഐറ്റമൊന്നും നമുക്ക് ചിലപ്പോൾ അഫോർഡബിൾ ആകത്തില്ല, പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ഓരോ റൂം ഡെക്കറേറ്റ് അല്ലെങ്കിൽ റൂമിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ അവരിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കിഡ്സ് റൂം, നമ്മുടെ ലിവിങ് റൂം, അങ്ങനത്തെയൊക്കെ. അപ്പോൾ നമുക്കതൊക്കെ നോക്കി നമുക്ക് അതേപോലെയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കേട്ടോ. പിന്നെ അത് ഈ ക്യാൻഡിൽ കണ്ടോ, നമ്മുടെ ബാത്താമ്പോടി കണ്ട അതുപോലെ തന്നെ, പക്ഷേ ഇതിന് 2 ദിർഹംസേ ഉള്ളൂ കേട്ടോ. നല്ല വേർത്താണ്, നല്ല സ്മെല്ലും ആണ്. പിന്നെ ക്ലോക്ക് ഉണ്ട്, ലിനൻ റിമൂവർ ഉണ്ട്. അങ്ങനെ ഓഫറുള്ള ഐറ്റംസൊക്കെ അവരിങ്ങനെ ഫ്രണ്ടിൽ വെച്ചേക്കും. നിശ്ചിത സോഫ കണ്ടപാടെ കയറി കിടന്നു കേട്ടോ. ഏകദേശം ഉച്ചയായി, ഉറക്കം വരുന്നുണ്ട്. പിന്നെ ഇത് ഐക്യയിലെ ഈ മഗ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്വാളിറ്റിയുള്ള മഗ്ഗാണ്. ഇതിന് 3 ദിർഹം എന്തോ ആണ് കേട്ടോ, അത്രയേ ഉള്ളൂ. 3 കളേഴ്സിലുണ്ട്. ഇത് എപ്പോൾ പോയാലും ഐക്യയിൽ ഉണ്ടാവും. പിന്നെ ഇത് ഈ നൈഫൊക്കെ നല്ലതാണ് കേട്ടോ. ഇത് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വാട്ടർ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെക്കുന്ന ബേസിനാണ്. പിന്നെ ഇത് ഈ ബ്രഷ്, ഇതിന് 1.5 ദിർഹമേ ഉള്ളൂ. ഇത് നല്ല ബ്രഷാണ് കേട്ടോ. നമ്മുടെ വാഷ് ബേസിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴുകാനായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇത് ഒരു കീ ചെയിനാണ്. ഇത് 2-in-1 കീ ചെയിനാണ്. ഇതിൻ്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കീ ചെയിനായിട്ട് ഉപയോഗിക്കാം, ഫോൺ ഹോൾഡറായിട്ട് ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഫോണൊന്ന് വെക്കണമെന്ന് വിചാരിച്ചു, ഒരു മൂവി കാണാനോ ഒരു സിനിമ കാണാനോ അങ്ങനെ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ ഈസി ആയിട്ട് ഇത് വെക്കാം കേട്ടോ. ഇതിന് 7.75 ദിർഹംസാണ് വില വരുന്നത്. പിന്നെ ഇതെൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേസാണ് ഐക്യയിലെ ഈ ചെടികളൊക്കെ ഇരിക്കുന്ന സ്ഥലം. എപ്പോഴും ഞാനിവിടെ വരും കേട്ടോ. ഒന്നും വാങ്ങിക്കാനില്ലെങ്കിലും ചെടി വാങ്ങിച്ചില്ലെങ്കിൽ വെറുതെ വന്ന് ഇതൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കും. അപ്പോൾ ആണ് ഞാൻ ഈ ഫ്ലവർ വേസ് കണ്ടത്. ഇതൊരു ഗോൾഡൻ കളറുള്ള ഫ്ലവർ വേസാണ് കേട്ടോ. ഇതിന് 3.50 ദിർഹംസ് എന്തോ ആണ്. 3 something ആണ് കേട്ടോ, ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അത് നല്ലതാണ് കേട്ടോ നമുക്ക് വീട്ടിൽ കൊണ്ടുവെക്കാനായിട്ട്.
പിന്നെ സെറാമിക്കിൻ്റെ പോട്ട്സും ഉണ്ട് കേട്ടോ അവിടെ. ഒരുപാട് വെറൈറ്റി ഉണ്ട്, ഒക്കെ റീസണബിൾ പ്രൈസിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെയാണ്. ഈ ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നമുക്ക് ആർട്ടിഫിഷ്യലാണെന്നൊന്നും തോന്നത്തില്ല. നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക് പോലെ അല്ല കേട്ടോ ഇതിരിക്കുന്നത്. പിന്നെ ഇതൊരു ക്യാൻഡിൽ ഹോൾഡറാണത്. ഇവിടെ പിന്നെ ലൈവ് പ്ലാന്റ്സ് ഉണ്ട്, പീസ് ലില്ലി, പിന്നെ മണി പ്ലാന്റ്, പിന്നെ ഉള്ളത് ബാമ്പു ആണ്. അപ്പോൾ ഇത് ഡ്രിൽ ഫ്രീ സൊല്യൂഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭിത്തിയൊക്കെ ഇങ്ങനെ ഡ്രിൽ ചെയ്യാണ്ട് തന്നെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മൾ ബാത്റൂമിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ബ്രഷ്, ടൂത്ത് ബ്രഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇത് വെക്കുമല്ലോ, ഒരു സ്റ്റാൻഡ് വെക്കുമല്ലോ ഭിത്തിമേൽ ഇങ്ങനെ ഡ്രില്ലൊക്കെ ചെയ്തിട്ട്, അതേപോലത്തെ. പക്ഷേ ഇതിന് ഡ്രിൽ ചെയ്യേണ്ട സക്ഷൻ കപ്പാണ്. അത് നമുക്ക് ഇങ്ങനെ ടൈലിൽ അപ്ലൈ ചെയ്ത് ഇങ്ങനെ നേരിട്ട് വെക്കാം. അവിടെ ഇങ്ങനെ ഹോം ആക്സസറീസ് ഒക്കെ ഉള്ളൊരു ഏരിയ ആണ് ഇത്. അപ്പോൾ നിച്ചുദേ അവിടെ കണ്ടൊരു പോട്ടിമേ കയറിയിരിക്കുകയാണ്. ഇതൊരു കിഡ്സ് റൂമാണേ. അത് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സോളാർ സിസ്റ്റം തീമിലാണ് അവരത് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓരോന്നിൻ്റെയും പ്രൈസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നീച്ചു ജസ്റ്റ് അതിൽ ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറി നോക്കി കണ്ടോ, ടെൻറ്റ് പോലെയൊക്കെ അടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലൊരു ബെഡൊക്കെ ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്ക് ഇങ്ങനെയൊക്കെ ഐഡിയാസൊക്കെ കിട്ടും കേട്ടോ ഇവിടെ വന്ന് കഴിയുമ്പം. ഇത് അവരൊരു ബെഡ്റൂമൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന മോഡലാണ്. നമുക്ക് ഒന്നും വാങ്ങാനില്ലെങ്കിൽ ഇവിടെ വന്ന് ഇതൊക്കെ കാണുമ്പം തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. പിന്നെ ഇവിടെ കബോർഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ബെഡ്സ്, ബെഡ്ഷീറ്റുകൾ. പിന്നെ ഈ ഡൈനോസറിനൊക്കെ 19 ദിർഹംസാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ എനിക്കിഷ്ടമുള്ളത് ഈ ഒരു സ്പൂണ്, പ്ലേറ്റ്, ബൗൾ സെറ്റാണ് കേട്ടോ. ഇത് ഓരോന്നിനും 7.79 ദിർഹംസാണ് വരുന്നത്. ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. നിച്ചുവിനുള്ള സാധനങ്ങളൊക്കെ, സ്നാക്സൊക്കെ കൊടുക്കുന്ന ഇതിലാണ്. അവൾ ഈ സ്പൂണും ഫോക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുന്നതൊക്കെ. കാരണം ഇത് നല്ല പ്ലാസ്റ്റിക്കാണ്, BPA ഫ്രീ ആണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. നമുക്ക് സേഫായിട്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് കിച്ചണിലേക്ക് ആവശ്യമുള്ള മാറ്റുകൾ, സ്പൂണ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ അവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞ് നമ്മളിതേ ഫുഡ് കൗണ്ടറിലേക്ക് കിടക്കുകയാണ്. ഐക്കയിൽ ഫുഡ് കൗണ്ടർ ഉണ്ട്. അവിടുത്തെ ഐസ്ക്രീം എപ്പോൾ പോയാലും വാങ്ങി കഴിക്കുന്നതാണ്. അപ്പം ഈ തവണ ഞങ്ങൾ കപ്പിലാണ് വാങ്ങിയത്. കാരണം കഴിഞ്ഞ വട്ടമൊക്കെ വാങ്ങിയത് മറ്റേ കോണിൽ വാങ്ങിയപ്പം നിച്ചു അതെല്ലാം അടിയിൽ നിന്ന് കടിച്ചിട്ട് അത് മൊത്തം താഴേക്ക് പോകുമായിരുന്നു. അതുകൊണ്ട് ഈ തവണ കപ്പിലാണ് ഞാൻ വാങ്ങിച്ചത്. ഇവിടുത്തെ ഐസ്ക്രീം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഈ ഒരു പാലൈസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ അതിന് വരുന്നത്. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നിച്ചു ഇത് ഫുള്ള് കഴിക്കില്ല കേട്ടോ, അതുകൊണ്ടാണ് 2 ഇട വാങ്ങിച്ചത്. അവൾ ആകെ 2 സ്പൂണൊക്കെ കഴിക്കത്തുള്ളൂ. പിന്നെ ലിൻഡോസിനും അങ്ങനെ തന്നെയാണ്. അവൻ ഐസ്ക്രീം അധികം കഴിക്കില്ല, 2-3 സ്പൂൺ കഴിച്ചിട്ട് വെക്കും. അപ്പോൾ 2 പേരുടെയും ഐസ്ക്രീം എനിക്ക് തന്നെയാണ് കിട്ടുക. ഇത് ബൈ 2 ഗെറ്റ് 1 ഫ്രീ ആണ് കേട്ടോ ഇപ്പോൾ ഓഫർ നടക്കുന്നത്. ഇത് നല്ല ചോക്ലേറ്റ് ആണ്, ഐക്കയിലെ. അങ്ങനെ അവിടുത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ തൽക്കാലം ഒരു ആശ്വാസമായി അയക്കിയെന്ന് വെച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട്. കാരണം ഏകദേശം ഉച്ചയായി കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ ടൈം വേഗം പോകും. നമ്മൾ മാളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ടൈം പോകുന്നതേ അറിയത്തില്ല. പിന്നെ ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ഇതുവഴി ഇങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ട് തന്നെ നടക്കാൻ നല്ല രസമാണ്. To my loneliness, I guess that ignorance is bliss.
അപ്പോൾ നമ്മൾ ദേ വീണ്ടും ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേബി ഷോപ്പും ഉണ്ട്, ഡേയ്സോയും ഉണ്ട്. ബേബി ഷോപ്പിൽ നിന്ന് ഞാൻ നിച്ചുവിന് പണ്ടൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ വാങ്ങിക്കാറില്ല, ഒക്കേഷണലി ഉള്ളൂ. അപ്പോൾ നമ്മളിത് ഡേയ്സോയുടെ ഷോപ്പിലേക്കാണ് പോകുന്നത്. ഇത് ജപ്പാൻ്റെ ഐറ്റംസ് ആണ്. നമുക്ക് ജപ്പാനിൽ പോകാണ്ട് തന്നെ നമ്മുടെ ജപ്പാൻ ഐറ്റംസ് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ണ്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽസ്. ഇതിൽ 19 ദിർഹംസ് ആണ് വരുന്നത്, 19. പിന്നെ ഈ സൈഡ് മൊത്തം ടോയ്സ് ആണ്, 2 സൈഡിലും ടോയ്സ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ ഒന്ന് പ്ലേറ്റ് വേണം, നിച്ചുവിന് പ്ലേറ്റും അല്ലെങ്കിൽ ടിഫിൻ ബോക്സ് അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കയറിയത്. അപ്പം ഞാൻ ജസ്റ്റ് ഓടിച്ചെന്നെല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഫുള്ള് പാർട്ടി ഐറ്റംസ് ആണ്, പാർട്ടി ഡെക്കർ ഐറ്റംസ് ആണ് ഈ സൈഡിൽ മൊത്തം ഇരിക്കുന്നത്. കിഡ്സിനൊക്കെ ബർത്ത്ഡേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്രൗണൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ഹെയർ ബാൻഡ്സ്, ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയതൊക്കെ. പിന്നെ ബട്ടർഫ്ലൈയുടെ ആ ഒരു വിങ്സ് ഒക്കെ ഉണ്ട്. പ്രിൻസസിൻ്റെ തീമിലൊക്കെ നമ്മൾ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ അത് ട്രോഫീസൊക്കെ ഇരിപ്പുണ്ട്, ബർത്ത്ഡേ ബാനേഴ്സ് ഉണ്ട്, ബലൂൺസ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്. പിന്നെ അതേ പാർട്ടിക്കൊക്കെ നമ്മൾ വെക്കുന്ന വിഗില്ലേ, മറ്റേ ജോക്കറിൻ്റെ ഒക്കെ ടൈപ്പുള്ള വിഗ്, അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഡിസ്പോസിബിൾ കപ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. ജസ്റ്റ് ഞാൻ ഓടിച്ചൊന്ന് കാണിക്കാം. ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗ്സ് ആണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. അതിനുള്ളിൽ നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ, കിഡ്സിൻ്റെ ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ട്രാവൽ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് എല്ലാം. നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ദേ ഇവിടെ ഒരു അടിപൊളി പെൻസ് ഇരിപ്പുണ്ട്. ഇതുണ്ട്, നല്ല ഡെക്കറൊക്കെ വന്നിട്ടുള്ള നല്ല പെൻസ്. കുട്ടികൾക്കൊക്കെ ഇത് നല്ലതായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ, നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുകയാണെങ്കിൽ. നോക്കി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പപ്പിക്കുട്ടി. ഇത് ടോയ് അല്ല കേട്ടോ, ഇതൊരു പൗച്ചാണേ. നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു പൗച്ചാണിത്. പിന്നെ ഇവിടെ പെൻസിൽ ബോക്സസ്, പൗച്ചസ് ഒക്കെയാണ് ഈ ഒരു സെക്ഷൻ മുഴുവനും. പിന്നെ ഒരു സാധനം കാണിച്ചു തരാം. നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ യൂസ് ചെയ്യുന്ന റബ്ബറില്ലേ, അതാണ് ഇത്. നല്ല ക്യൂട്ടായിട്ടുള്ള ക്യാറ്റിൻ്റെ ഷേപ്പിൽ, യൂണിക്കോണിൻ്റെ ഷേപ്പിൽ, അത് ഫ്രൂട്ട്സിൻ്റെ ഷേപ്പിൽ, നമ്മുടെ ഡോണറ്റ്, ഐസ്ക്രീം, പിസ്സ, പിന്നെ ക്യൂട്ടായിട്ടുള്ള ആനിമൽസിൻ്റെ ഷേപ്പിൽ. നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട്. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള റൈസേഴ്സാണ് ഇതെല്ലാം. പിന്നെ ഇത് ഹാളോവിൻ്റെ ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ഇൻസെക്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ഗ്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ സൺഗ്ലാസ്സുകളൊക്കെ ഇവിടെ. പിന്നെ ഇത് നമ്മുടെ ജെൻഡർ റിവീൽ പാർട്ടി അല്ലെ ബേബി ഷവർ അങ്ങനെയൊക്കെ ടൈമിൽ അല്ലെ ബർത്ത്ഡേക്കൊക്കെ ഇങ്ങനെ ഒരു ബോർഡിൽ ഇങ്ങനെ ലെറ്റേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കത്തില്ല, അങ്ങനത്തെ ഒരു ബോർഡാണ് ഇത്. ഇത് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്സാണ്, കളറിങ് ബുക്സൊക്കെയാണ് ഇതൊക്കെ ഇരിക്കുന്നത്.
പിന്നെ ഈ ഒരു സെക്ഷൻ മൊത്തത്തിനും ബാസ്ക്കറ്റുകളാണ് വരുന്നത്. പിന്നെ ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. അത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ നോക്കി വാങ്ങണം. പിന്നെ പല ടൈപ്പിലുള്ള ഫ്ലവർ വേസിൻ്റെ കുറേ തന്നെ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലഫി ആയിട്ടുള്ള ടോയ്സ് കേട്ടോ, നല്ല സോഫ്റ്റാണിത്. കിഡ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പാത്രങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു സെക്ഷനിൽ വരുന്നത്. പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള വാട്ടർ ബോട്ടിൽസ്, ടിഫിൻ ബോക്സ്, സ്നാക്സ് ബോക്സുകൾ, ലഞ്ച് ബോക്സുകൾ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഈ സെക്ഷനിൽ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സെക്ഷനിൽ വരുന്നത് നമ്മുടെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വെസൽസുകളാണ്. അതിന് തന്നെ വലിയൊരു കളക്ഷൻ ഉണ്ട് അവിടെ. ഈ ബാമ്പൂൻ്റെയൊക്കെ സ്പൂണൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള സ്പൂണാണ്. നമ്മൾ സ്റ്റീൽ സ്പൂണൊക്കെ യൂസ് ചെയ്യുന്നവർ ഇങ്ങനത്തെ സ്പൂണൊക്കെ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. നിച്ചുവിന് ഇതേ കളറിംഗ് ബുക്ക് ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ പ്ലേറ്റ് വാങ്ങാനാണ് വന്നതെന്ന് പറഞ്ഞല്ലോ, പക്ഷേ പ്ലേറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവൾക്ക് കളറിംഗ് ബുക്ക് വേണമെന്ന് പറഞ്ഞിട്ടൊരു കളറിംഗ് ബുക്ക് എടുത്തു കൊടുത്തു. പിന്നെ ഇതേ അവൾക്ക് വേണ്ടി മിക്കി മൗസിൻ്റെ ഒരു പടമൊക്കെയുള്ളൊരു സ്നാക്സ് ബോക്സും കൊടുത്തിട്ടോ. അപ്പോൾ ഇതിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവൾ പെട്ടെന്ന് കഴിക്കും. പിന്നെ ഞാൻ പറഞ്ഞോളൂ, ഇത് BPA ഫ്രീ ആണ് ഈ പ്ലാസ്റ്റിക്. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി എന്ത് പ്ലാസ്റ്റിക് സാധനം എടുത്താലും അത് BPA ഫ്രീ ആണോ നോക്കി വേണം കേട്ടോ എടുക്കാനായിട്ട്. അങ്ങനെ ഇവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് നമ്മളിത് ഇറങ്ങുകയാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഷോപ്പ് എന്ന് പറയുന്നത് ലുലു ആണ്. ലുലുവിൽ നിച്ചുവിന് ഡ്രസ്സ് നോക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഈദായതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം മിക്ക ബർത്ത്ഡേക്ക് നിച്ചുവിന് ഞാൻ ഇവിടുന്ന് തന്നെയാണ് ഡ്രസ്സ് വാങ്ങിക്കാറുള്ളത്. മിക്ക ബർത്ത്ഡേ എന്ന് പറയാൻ ആകെ 2 ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ളൂ. ആ 2 ബർത്ത്ഡേക്കും ലുലുന്ന് തന്നെയാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. ഇനിയിപ്പോൾ അവരുടെ 3rd ബർത്ത്ഡേ വരികയാണ്. അപ്പോൾ അതിന് പറ്റിയൊരു ഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കുകയാണേ. അപ്പോൾ അതിനിടയ്ക്ക് നിച്ചുവിന് ഒരു ബാഗ് ഇഷ്ടപ്പെട്ട് അത് വേണമെന്ന് പറഞ്ഞിട്ട് തന്നെ അവൾക്ക് എടുത്തു കൊടുത്തു. അതിങ്ങനെ പോപ്പിറ്റ്സ് ഉള്ള ബാഗാണ് കേട്ടോ. നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കുട്ടികൾക്കൊരു ടൈം പാസ് പോലെ ഒരു പോപ്പിറ്റ്സ് ഇങ്ങനെ പ്രസ് ചെയ്ത് കളിക്കുകയും ചെയ്യാം, ബാഗായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇതിന് ശരിക്കും 19 ദിർഹംസ് ആണ്, 19. പക്ഷേ ഇപ്പോൾ ഓഫർ ആയതുകൊണ്ട് അവർ 5 ദിർഹംസിന് എന്തോ ആണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ നല്ല നല്ല ബാഗ്സൊക്കെ ഉണ്ട് ഇവിടെ.
അപ്പോൾ ഡെയ്സോയിൽ നിന്ന് പ്ലേറ്റ് കിട്ടാത്തതുകൊണ്ട് നിച്ചുവിന് ഞാൻ ഇവിടെ നിന്ന് പ്ലേറ്റ് നോക്കുകയാണ്. ഇവിടെ നിന്ന് കിട്ടിയിട്ടോ, നല്ല പ്ലേറ്റാണ്, നല്ല BPA ഫ്രീ ആയിട്ടുള്ള പ്ലേറ്റ്സാണിത്. ഒരുപാട് പ്ലേറ്റ് ഇവിടെയും കിടപ്പുണ്ട്, നല്ല കളക്ഷൻസൊക്കെയാണ് കേട്ടോ, പല ടൈപ്പിലുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ കോളം ഉള്ളത്, അതായത് 3 പാർട്ടായിട്ട് തിരിച്ച പ്ലേറ്റാണ് നോക്കിക്കൊണ്ടിരുന്നത്. കാരണം അവൾക്ക് ഇപ്പം സാധനങ്ങളൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അതായത് ഇപ്പോൾ ഇഡലിയൊക്കെ കൊടുക്കുമ്പോൾ ചമ്മന്തിയൊക്കെ ഇങ്ങനെ ഇഡലിയിലേക്ക് ഒഴുകി വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെടത്തില്ല, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ പാത്രം നോക്കി നടന്നത്. പിന്നെ ഞങ്ങൾ ഫുഡ് സെക്ഷനിലേക്കാണ് പോയത്, എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. ഇവിടെ ഫിഷ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ ലുലുവിൽ കേക്ക് ഐറ്റംസുകൾ, മീറ്റ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും അങ്ങനെ ഒരു സെക്ഷനായിട്ട് അവരവിടെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫിലിപ്പിനോ പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതൊരു ബണ്ണ് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വരുന്നതാണ്. ഇത് ചെറുപയറിൻ്റെയാണ്, പിന്നെ വേറെ കാച്ചിലിൻ്റെ ഉണ്ട്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഞാനത് എടുക്കാറുണ്ട് മിക്കപ്പോഴും ലുലു പോകുമ്പോൾ. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു ഫിഷ് കടയുണ്ട്, ഒരു പെറ്റ് സോൺ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അക്വേറിയത്തിൽ ഒരു ഫിഷ് കിടപ്പുള്ളൂ, അപ്പോൾ അവർക്ക് കൂട്ടായിട്ട് 2-3 ഗോൾഡ് ഫിഷും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ കയറിയതാണ്. ഇത് നല്ലൊരു പെറ്റ് ഷോപ്പാണ്, ഒരുപാട് ഫിഷസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഞങ്ങൾ മിക്കപ്പോഴും വാങ്ങിക്കാറുള്ളത് ഇവിടുന്ന് തന്നെയാണ്. വാങ്ങിച്ച് കുറച്ച് കഴിയുമ്പം ചത്തു പോകും, പക്ഷേ എന്നാലും നിച്ചുവിന് കാണാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാറുണ്ട്. പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഈ ഷോപ്പിൽ. ഇതൊക്കെ കോയിക്കാർപ്പിൻ്റെ ഫിഷസാണ്. പിന്നെ ഇത് വേറെ കാണിച്ചു തരാം കേട്ടോ, ഫ്ലവർ ബ്ലൂ അങ്ങനെ എന്താ ഈ ഫിഷിൻ്റെ പേര് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇത് ടൈഗർ കാർപ്പാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായി. പിന്നെ നിച്ചുവിന് ഇച്ചിരിയും കൂടി അട്രാക്ഷൻ തോന്നുന്നത് ഇഷ്ടമുള്ളതും ഗോൾഡ് ഫിഷാണ്, അപ്പോൾ അതാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ഫിലിപ്പിനോ സ്റ്റാഫാണ് കേട്ടോ, അപ്പോൾ ആൾ നമുക്ക് പറഞ്ഞു തരികയാണ് ഏതാണ് നല്ല ഫിഷ്, വാലിൻ്റെ അറ്റത്ത് വൈറ്റ് സ്പോട്ട് ഉള്ളത് ഫംഗസാണ്, അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തന്ന്, നല്ല കസ്റ്റമർ കെയർ ആണ് കേട്ടോ അവിടെ. അങ്ങനെ പറഞ്ഞു തന്നാണ് അവർ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 4 ഫിഷിനെ വാങ്ങിച്ചിട്ടുണ്ട്, 4 എണ്ണത്തിന് 20 ദിർഹംസ് ആണ് വരുന്നത്. പിന്നെ ഇതുണ്ട്, ക്യാറ്റ്സിനൊക്കെ കിടക്കാൻ പറ്റിയ ബെഡ്സൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇനി ഇത് നമ്മൾ അവർക്ക് വാങ്ങിക്കുന്ന ഫുഡാണ് ഇത്, ഗ്രാൻഡ് മിക്സ് എന്ന് പറയുന്നത്, റിക്കിക്കും മിട്ടുനും. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫിഷിനെയൊക്കെ വാങ്ങി നമ്മൾ ഇറങ്ങി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ വീട്ടിലൊന്നും വെച്ചിട്ടില്ലല്ലോ, എല്ലാ ഷോപ്പിങ്ങിൻ്റെ അവസാനവും എന്നും ബിരിയാണി തന്നെയായിരിക്കും. അപ്പോൾ ലിൻഡോസിൻ്റെ അപ്പുറത്ത് റഹമത്ത് കാലിക്കട്ട് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഇട്ടോ, നല്ല ബിരിയാണി കിട്ടുന്ന റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ഞങ്ങളെ അകത്ത് നിർത്തിയിട്ട് ലിൻഡോസ് ബിരിയാണി വാങ്ങിക്കാൻ പോയേക്കാണ്. കാരണം നട്ടുച്ചയാണ്, ഏകദേശം ഒരു 2:30 ആയിട്ടുണ്ട് ഇപ്പോൾ ടൈം. നല്ല വെയിലാണ് പുറത്ത്, അതുകൊണ്ട് ഞങ്ങൾ അകത്ത് നിൽക്കുകയാണ്. മാളിൻ്റെ തൊട്ട് എൻട്രൻസിൻ്റെ ആ ഒരു അവിടെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ബിരിയാണി പൊതിയായിട്ട് ലിൻഡോസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടാക്സിക്കാണ് തിരിച്ചു പോകുന്നത്. സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലാണ് കേട്ടോ ഇരിക്കുന്നത്, നിച്ചുവിൻ്റെ സ്ട്രോളറും. അപ്പോൾ ടാക്സി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചങ്ങ് ഫ്രണ്ടിലേക്ക് പോകണം. അങ്ങനെ നമ്മൾ ടാക്സിയിൽ കയറി പോവാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഷോപ്പിംഗ്. എല്ലാ ഷോപ്പിങ്ങിൻ്റെ അവസാനം ബിരിയാണി മേടിച്ചുകൊണ്ടായിരിക്കും കേട്ടോ നമ്മൾ പോകുന്നത്. പണ്ട് ഞാൻ അമ്മയായിട്ട് ഷോപ്പിങ്ങിന് പോകുമ്പോഴും ഇതുപോലെ തന്നെയാണ്. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ബിരിയാണി ആയിരിക്കും വാങ്ങിക്കുക. ഇത് റഹ്മത്ത് കാലിക്കട്ടിൽ നിന്ന് വാങ്ങിച്ച ബിരിയാണിയാണ്. നല്ല ബിരിയാണി കേട്ടോ അവിടുത്തെ. ഒന്ന് ചിക്കനും ഒന്ന് ബീഫാണ് വാങ്ങിയത്. ഞാൻ ഫുള്ള് കഴിക്കില്ല കേട്ടോ. അപ്പം നിച്ചുവിനാണെങ്കിൽ അതിൻ്റെ ഗ്രേവി വരാത്ത റൈസ് ഭാഗമാണ് കൊടുക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. താങ്ക്